പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. കർത്താവിൽ പ്രിയരെ, ഈ വിശ്വാസ ജീവിതത്തിൽ വന്നിട്ട് 40 വർഷത്തിൽ പരമായി. എന്നാൽ എന്നെ അതിഭയങ്കരമായി വേദനപ്പെടുത്തുന്ന ചില വിഷയങ്ങൾ പലതുണ്ട്. ഇങ്ങനെ ഓരോന്നും ചെറുതായി ഞാൻ ദൈവജനങ്ങളെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ വേണ്ടി ഞാൻ അറിയിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ജാതികളിൽ പോലും കാണാത്ത ചില ജാതി സ്പിരിറ്റ് ഈ ദിവസങ്ങളിൽ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു, ശുദ്ധീകരണം പ്രാപിച്ചു, പ്രവാചകനാണ്, വലിയ ശുശ്രൂഷകനാണെന്ന് പറയുന്ന പാസ്റ്റർമാരിലും വിശ്വാസികളിലും ഈ ദിവസങ്ങളിൽ അധികമായി കടന്നുകൂടിയിരിക്കുകയാണ്. ഇത് സൈന്യത്തിനേക്കാളും അതിഭീമമായ ഒരു വിഷമാണ്. പുതിയ വിശ്വാസികളുടെ ജീവിതത്തെ തകർക്കുന്ന, അവരുടെ വിശ്വാസ ജീവിതത്തെ, ആത്മീയ ജീവിതത്തെ തകർക്കുന്ന കാര്യങ്ങളാണ് ഈ ദിവസങ്ങളിൽ ഇവരിൽ കടന്നു പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരിമാരെ, കർത്താവിൻ്റെ ദാസന്മാരെ, നിങ്ങൾ ആദ്യ അനുഭവത്തിലേക്ക്, ആദ്യ ദൈവസ്നേഹത്തിലേക്ക് നിങ്ങൾ മടങ്ങി വരണം. നിങ്ങൾ വചനത്തിലേക്ക് മടങ്ങി വരണം. നിങ്ങൾ ക്രിസ്തുവിലേക്ക് മടങ്ങി വരണം. നിങ്ങൾ മാനസാന്തരപ്പെടണം. നിങ്ങളുടെ സ്വഭാവങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. നിങ്ങൾ ഇനിയും ശുദ്ധീകരണം പ്രാപിക്കണം. നിങ്ങളെ താഴ്ത്തണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ കരയണം. ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിച്ചു പോകുന്നു, ഇങ്ങനെയുള്ളവർക്ക് പ്രത്യേകമായൊരു സ്വർഗമുണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ഇത് അന്ത്യകാലമാണ്. അന്ത്യകാലത്തിൻ്റെ അന്ത്യനിമിഷങ്ങളിലേക്ക് വന്നിരിക്കുകയാണ്. ഈ നിമിഷം നിങ്ങൾ ദൈവത്തിലേക്ക് തിരിവീൻ, മാനസാന്തരപ്പെടുവീൻ, പശ്ചാത്തപിപ്പീൻ, ഇങ്ങനെയുള്ള സ്വഭാവങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിപ്പീൻ. അല്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ പോകാൻ കഴിയുകയില്ല. മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക്